ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു സാധാരണ ദിവസമായിരുന്നു ഇന്നും. അപ്പം വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണെന്ന് ടേബിളൊന്ന് നീറ്റാക്കിയിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചത്. അപ്പം എന്നും വൈകുന്നേരം എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ടേബിൾ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാളും എന്തൊക്കെയോ പറയുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ ഒരുപാട് വിശേഷം പറയാൻ അവൾക്കും ഉണ്ടാവും. അപ്പോൾ ഈയിടെയായിട്ട് പാച്ചുവിനെന്നും ഈ ഫ്രിഡ്ജ് തുറക്കൽ കുറച്ച് കൂടുതൽ. ഞാനത് പൂട്ടിയിട്ടിട്ട് അവനത് വീണ്ടും വന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാളെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അപ്പോഴത്തേക്കും വന്ന് എല്ലാം വീണ്ടും വലിച്ചു വാരി എടുക്കുന്നുണ്ടായിരുന്നു. ഇത് വൃത്തിയാക്കലൊരു ഇരട്ടിപ്പണിയാണ്, എന്തോരം ചെയ്താലും തീരത്തില്ല. പിന്നെ അവൻ കുറച്ച് നേരം അത് വെച്ച് ഒളിച്ചൊക്കെ നടന്നു. പിന്നെ അത് വാങ്ങിയിട്ട് അവന് വേഗം വിരിച്ചിട്ടാലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും അവൻ തന്നെ വലിച്ച് താഴെ ചടിച്ച് കളഞ്ഞോളും. അപ്പോൾ അത് തൂത്തുവാരി വൃത്തിയാക്കി മുറിയിലാണെങ്കിലും എല്ലാം ബെഡ്ഷീറ്റൊക്കെ മാറ്റാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുറി വന്നെല്ലാം മാറ്റി കുറച്ച് തുണിയൊക്കെ മടക്കാനുള്ള എല്ലാം കൂടി എടുത്ത് മാറ്റി വെച്ചു. തുണി മടക്കൽ എല്ലാവരും കൂടി ഇവൻ്റെ അടുത്തിരുന്ന് തുണി മടക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇവൻ ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരാരെങ്കിലും ഉള്ള ടൈമിൽ മാത്രമേ തുണി മടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെ മടക്കി വെച്ചാൽ അതും കട്ടില വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും. പിന്നെ മടക്കി അലമാരിൽ ഹൈറ്റിൽ വെക്കാമെന്ന് വെച്ചാൽ അവൻ കസേര ഇട്ടൊക്കെ വലിഞ്ഞു കയറും. പിന്നെ അവിടെ ഇരുന്നൊരു ബുക്കൊക്കെ കിട്ടി എടുത്തുകൊണ്ട് വന്ന് കുറേ നേരം അതിൻ്റെ പുറകെ നടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ തുണിയൊക്കെ മടക്കി വെച്ചു. പാച്ചുവിൻ്റെ ഡ്രസ്സ് ഞാൻ ആദ്യം മടക്കി അവൻ്റെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഹാളിൽ വന്ന ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചത്. ഈ ടൈം ആയപ്പോഴത്തേനും ആദ്യം ഇച്ചാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇച്ചാൻ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. പിന്നെ ബുക്ക് എടുത്ത് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. നീ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം വരുന്നുണ്ടായിരുന്നു. അപ്പം അപ്പനെ കണ്ടിട്ട് ആ വഴി ഇറങ്ങിപ്പോകും. പാതി വഴിക്ക് ബുക്കൊക്കെ ഉപേക്ഷിച്ച് ഞാൻ കടയ്ക്ക് പോയിട്ട് വന്നുകൊണ്ട് തക്കാളിയൊക്കെ മേടിച്ചിട്ട് വന്നത്. തക്കാളിയും രസവും വൈകിട്ട് പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം രസം വെക്കാമെന്ന് വെച്ച് ഞാൻ രസം മേടിക്കാൻ പറഞ്ഞു. പിന്നെ മീൻ വറുത്തം ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ പൊരിച്ച് മീൻ വറുത്തം കൂട്ടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിനുള്ള പണിയിലോട്ട് ഞാൻ പോവുകയാണ്. തക്കാളി കണ്ടുകൊണ്ട് അവനെ കൂടെ എന്ത് ചെയ്താൽ തരാത്തത്. അപ്പം ഞാൻ ഒരു പീസ് എടുത്ത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞ് പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് തക്കാളി രസപ്പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രസക്കൂട്ട് വെച്ചാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് തന്നെ രസം ഉണ്ടാക്കി. പിന്നെ സൈഡിൽ മാളും മുട്ട പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ആദ്യം ഞാൻ പാച്ചിന് ഫുഡ് കൊടുത്തു കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല. കഴിച്ചാൽ പോലും അവൻ നമ്മുടെ അടുത്ത് വീണ്ടും കസേരക്കൂടെ വലിഞ്ഞു കയറും. അത് കഴിഞ്ഞ് പിന്നെ TV ഒക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നേരം അവന് അവിടെ TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നോളും. ചില സമയം അങ്ങനെ TV വെച്ച് കൊടുത്താൽ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് പോയി ചെയ്ത് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് എനിക്ക് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചതും ഉണ്ടാക്കിയതുമായിട്ടുള്ള കുറേ പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകി ഒതുക്കി വെച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം പാത്രം കഴുകി വെച്ചിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ചില ദിവസങ്ങളിലൊന്നും പാച്ചു അലമ്പാണ്, സമ്മതിക്കില്ല. നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളെ വന്ന് വലിച്ചുകൊണ്ടേയിരിക്കും. ഇന്നെന്തായാലും നല്ല കുട്ടിയായിട്ടിരുന്ന് TV ഒക്കെ കാണുന്നത്. ആരുണ്ടെങ്കിലും ചില ദിവസം സമ്മതിക്കത്തില്ല കേട്ടോ, വഴക്കാണ്. എൻ്റെ വാല തൂങ്ങി ഇങ്ങനെ നടക്കും. എപ്പോഴും ഡ്രസ്സെ പിടിച്ച് വലിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ എല്ലാം ഒന്ന് കഴുകി ഒതുക്കി സ്ലാവൊക്കെ ഒന്ന് തൂത്ത് നീറ്റാക്കിയിട്ടു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് എണീറ്റ് വരുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. പിന്നെ ഡൈനിങ് ടേബിൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വെച്ച് എത്ര തൂത്താലും പിന്നെ പൊടി എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതങ്ങനെ TV ഒക്കെ ഓഫാക്കി ഉറങ്ങാൻ മതി. ഉറങ്ങാം വാവക്കാം. കസാര വാ ഓഫാക്കി വാവക്കാം. ഇപ്പോൾ മുറി പോക്കോ. റൂമിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അപ്പിയിടലുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. കൊതുകുതിരി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഭയങ്കര കൊതുകായിരുന്നു. അപ്പോൾ അത് വാങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് പോയി. ഇങ്ങനെ വൈകുന്നേരം നൈറ്റൊക്കെ വണ്ടിയിൽ പോകുന്നൊക്കെ പാച്ചിന് ഭയങ്കര ഇഷ്ടമായി. പുറത്തോട്ട് എപ്പോൾ പോകുന്നതാണെങ്കിലും അവന് ഇഷ്ടമാണ്. പിന്നെ ഉറക്കം വരാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും അവൻ പെട്ടെന്ന് ഉറങ്ങിക്കോളും. ഇല്ലെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ നമ്മുടെ മേത്ത് കയറി കുതിച്ച് മറിയലും പിന്നെ കളിയും ജനലേക്കയറ്റവും ഇങ്ങനെയായിട്ട് ഒരുപാട് നേരം അവൻ വേസ്റ്റാക്കും. അധിക ദൂരമൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ, തൊട്ടടുത്ത് തന്നെ കട. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കൊതുകിലേക്ക് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാണ് ചെയ്തത്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ പാച്ച് പെട്ടെന്ന് കിടന്നുറങ്ങാറുണ്ട്.
പെട്ടെന്ന് വന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 12 മണിക്കുള്ളിൽ എങ്ങനെയും അവൻ ഉറങ്ങിക്കോളും ഇങ്ങനെയൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ. ചില ദിവസങ്ങളിൽ 12 മണി ആയാലും ഉറങ്ങത്തില്ല. പിന്നെ കുറേ പാടുമായിട്ട് വേണം ഉറങ്ങാൻ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ, ഗുഡ് നൈറ്റ്.